CK വിജയൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. വിജയൻ, ഗുഡ് മോർണിംഗ്. വലിയ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഗോവിന്ദസ്വാമി എന്ന അതിക്രൂരനായ പ്രതി ജയിൽ ചാടിയിരിക്കുന്നു എന്നത്. അതീവ സുരക്ഷാ സെല്ലുകളിൽ ഒന്നാണ് 10ാം ബ്ലോക്ക്. ഈ 10ാം ബ്ലോക്കിലാണ് പ്രതിയെ താമസിപ്പിച്ചിരുന്നത്. അവിടെ നിന്ന് എങ്ങനെയായിരിക്കും ഒരു പ്രതി രക്ഷപ്പെടുക? ജയിലധികൃതരുടെ വലിയ വീഴ്ചയല്ലേ ഇത്? ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഇതിൽ ജയിൽ ഉദ്യോഗസ്ഥരുമായോ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്കോ ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതാണ്. അവരുടെ ഒത്താശ ഉണ്ടോ എന്നുള്ളതാണ്. ആ രീതിയിലാണ് ആദ്യം തന്നെ സംശയം മുന്നോട്ട് പോകുന്നത്. കാരണം അങ്ങനെയല്ലാതെ ഗോവിന്ദസ്വാമിയെ പോലുള്ള ഒരാൾക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ആവില്ല. കാരണം അദ്ദേഹം സാധാരണ രീതിയിൽ 2 കൈകളുമുള്ള ഒരു മനുഷ്യന് സമാനമായ രീതിയിലുള്ള ഒരു പ്രവർത്തനവും നടത്താൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു കൈപ്പത്തി ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാധാരണ രീതിയിൽ ഏതെങ്കിലും മതിൽ കയറി ചാടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കായികമായ അഭ്യാസ പ്രകടനങ്ങളോ മറ്റോ നടത്തി അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് ആദ്യത്തെ സംശയം തന്നെ ജയിലിലെ ജീവനക്കാർക്കെതിരെയാണ്, ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ്. അങ്ങനെ സംശയിക്കാൻ മറ്റും ചില കാരണങ്ങളുണ്ട്. കാരണം ഗോവിന്ദസ്വാമിക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വളരെ VVIP പരിഗണന ലഭിക്കുന്നു എന്ന വാർത്ത നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ഭക്ഷണക്രമത്തിൽ, അദ്ദേഹത്തിന് അവിടെ നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ, അദ്ദേഹം അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ എല്ലാം തന്നെ ഗോവിന്ദസ്വാമിക്ക് ഒരു പരിഗണന ലഭിച്ചിട്ടുണ്ട്. ഇത് ആദ്യഘട്ടത്തിൽ ഇത് ജയിലിനകത്ത് വരുമ്പോൾ മാത്രമല്ല, ഈ കേസിന്റെ വിചാരണ തുടക്കത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആളൂർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ബാധിച്ച ഒരു കേസ്, ആ കേസിന്റെ അകത്ത് അദ്ദേഹത്തിന്റെ പിറകിൽ, ഈ ഗോവിന്ദസ്വാമിക്ക് പിറകിൽ വലിയ രീതിയിലുള്ള ശക്തികളുണ്ട്. ആരെയും സ്വാധീനിക്കാൻ ശേഷിയുള്ള സാമ്പത്തിക സ്രോതസ്സുകളുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ കൊടുത്തും അല്ലെങ്കിൽ അതിന് സമാനമായ രീതിയിൽ തുകകൾ കൊടുത്തും അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ ആൾക്കാർ എത്തുന്നു. ഇതെല്ലാം തന്നെ കേരളീയ സമൂഹം ഒരു ഘട്ടത്തിൽ ഞെട്ടലോടുകൂടി കേട്ട വാർത്തയായിരുന്നു. അതിനുശേഷമാണ് 11/11/2011 ആ തീയതിയിലാണ് അദ്ദേഹത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക്, ഗോവിന്ദസ്വാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ശിക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ശിക്ഷ വിധിച്ച് പെർമനന്റ് തടവുകാരനായിട്ട് കൊണ്ടുവരുന്നത്. അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന് ഈ 10ാം ബ്ലോക്കിൽ അതീവ സുരക്ഷയോടുകൂടി താമസിപ്പിക്കേണ്ടതുമാണ്. പക്ഷേ ജയിലിനകത്ത് ഗോവിന്ദസ്വാമിക്ക് ചില സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗോവിന്ദസ്വാമിയെ പുറത്ത് ജോലികൾക്ക് കൊണ്ടുപോകാറില്ല, ജയിലിനകത്തുള്ള ജോലികൾക്ക് മാത്രമേ നിയോഗിക്കാറുള്ളൂ. അതൊരു കാരണം കൊണ്ട് ഇത് പുറത്തേക്ക് അദ്ദേഹം അവിടെ നിന്ന് ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടും എന്നുള്ള ഉൾപ്പെടെയുള്ള ആശങ്ക കൊണ്ടാണ് അതുകൂടി പരിഗണിച്ചാണ്. പക്ഷെ ജയിലിനകത്ത് ഈ ഗോവിന്ദസ്വാമിക്ക് ലഭിക്കുന്ന പരിഗണന വലിയ രീതിയിൽ നേരത്തെ തന്നെ ചർച്ചയായതുമാണ്. അതുകൊണ്ടൊരു സംശയിക്കാവുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ജയിൽ ജീവനക്കാർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രാവിലെ സെല്ല് തുറക്കുമ്പോഴാണ് കാണാതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാത്രി തന്നെ അത്തരത്തിലൊരു വിജയന് പുറത്തുനിന്ന് ഒരു സഹായം കിട്ടിയതായും സൂചനയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് ജയിൽ DGP കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിക്കാനിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ആ ദിവസം തന്നെ ഇത്തരത്തിൽ ഒന്ന് സംഭവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ജയിൽ DGP സന്ദർശനം നടത്തുന്നു എന്നുള്ളത് ഈ ഗോവിന്ദസ്വാമിയെ സംബന്ധിച്ച് അനുകൂല ഘടകമാണ്. കാരണം രാത്രി അതിനുള്ള ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ജയിലിലെ ജീവനക്കാരെല്ലാം തന്നെ ഒരുപക്ഷെ അത്തരത്തിലൊരു പ്രവർത്തനത്തിലേക്ക് മാറിയിട്ടുണ്ടാകാം. ഇതെല്ലാം തന്നെ അങ്ങേയറ്റം സംശയാസ്പദമായ ഒരുപാട് കാര്യങ്ങളെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഗോവിന്ദസ്വാമിക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു പരിഗണന ലഭിക്കുന്നത്? പ്രത്യേകിച്ച് കേരളീയ സമൂഹം അങ്ങേയറ്റം വെറുക്കപ്പെട്ട ഒരു തടവുകാരൻ, ഒരുപാട് തടവുകാരുണ്ടെങ്കിലും അതിൽ ഏറ്റവും വെറുക്കപ്പെട്ടവൻ എന്ന രീതിയിൽ പൊതുവിൽ അറിയപ്പെടുന്ന ഒരാളാണ്. കാരണം അത്രമാത്രം ബ്രൂട്ടലായ ഒരു ആക്ടിവിറ്റി ചെയ്ത് ഈ കോടതിയുടെ സാങ്കേതികമായ അല്ലെങ്കിൽ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ ചില പ്രശ്നങ്ങളിൽപ്പെട്ട് മാത്രമാണ് ഒരു വധശിക്ഷയടക്കം അദ്ദേഹത്തിന് കിട്ടാതിരുന്നത്. കാരണം അത്രമാത്രം ഇത്രയും നികൃഷ്ടമായ ഒരു പ്രവൃത്തി ഈ കേരളീയ സമൂഹത്തിൽ ഇതിനു മുൻപ് നടന്നിട്ടുണ്ടാവില്ല, ഇനി അങ്ങോട്ട് നടക്കുമോ എന്ന കാര്യത്തിൽ പോലും സംശയമില്ല. ഒരു കൈയില്ലാത്ത ഒരാൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, കൂടെ ആ ട്രെയിനിലുണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടിയെ തള്ളി താഴെയിടുന്നു, അതിനുശേഷം ചാടുന്നു, അവിടെ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെടുന്നു എന്നതാണ് ആദ്യ ഘട്ടത്തിൽ വന്ന കേസ്. പക്ഷെ പിന്നീട് ഈ ബലാത്സംഗം എന്ന് പറയുന്ന ഭാഗമോ അല്ലെങ്കിൽ കൊല എന്ന് പറയുന്ന ഭാഗങ്ങളൊന്നും തന്നെ പൂർണ്ണമായും തെളിയിക്കാൻ കഴിയുന്നില്ല എന്ന സാങ്കേതികത്വം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയ അല്ലെങ്കിൽ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരു തടവുകാരനാണ് ഈ ഗോവിന്ദസ്വാമി. അങ്ങനെ അദ്ദേഹം രക്ഷപ്പെട്ടെങ്കിൽ കൂടിയും ജനമനസ്സിൽ, പൊതുസമൂഹത്തിനിടയിൽ, സ്ത്രീകൾക്കിടയിൽ എല്ലാം തന്നെ ഇത്രയും ബ്രൂട്ടലായ ഒരു വ്യക്തി, ഒരു കുറ്റവാളി ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരുപക്ഷെ ജയിലിനകത്ത് കൂടുതൽ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്, കൂടുതൽ ആൾക്കാരാണ് അദ്ദേഹത്തെ വാച്ച് ചെയ്യുന്നതിനും മറ്റു വേണ്ടി ഉണ്ടായിരുന്നത്. ഒരു തരത്തിലും രക്ഷപ്പെടാൻ പാടില്ല എന്ന
അങ്ങേയറ്റത്തെ നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു ഫോക്കസ് ചെയ്യേണ്ട ഒരു വ്യക്തിയായിരുന്നു യഥാർത്ഥത്തിൽ ഗോവിന്ദചാമി. ആ ഗോവിന്ദചാമിയാണ് രക്ഷപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപൂർവമായ കേസാണെന്ന് കോടതി നിരീക്ഷിച്ച സംഭവമാണ്. വീഴ്ചയുടെ ആഘാതത്തിലും മാനഭംഗപ്പെടുത്തലിലും ഉണ്ടായ ക്ഷതങ്ങൾ കൊണ്ടാണ് മരണകാരണം എന്നത് കോടതി നിരീക്ഷിച്ചതാണ്. പിന്നെയും ഒരു അവ്യക്തത സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ ഉണ്ടാവുകയും വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്ത സമയത്തൊക്കെ മലയാളികളൊക്കെ ചർച്ച ചെയ്തതാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഈ ഗോവിന്ദചാമി എന്ന തമിഴ്നാട് സ്വദേശിക്ക് പിന്നിൽ ആരൊക്കെയാണ് ഉള്ളത്, എന്തുകൊണ്ട് ഇത്രയും അധികം സഹായം ലഭ്യമാകുന്നു എന്നത്. ഈ ഘട്ടത്തിൽ അത് കുറച്ചുകൂടി വ്യക്തമാകുന്നു. അങ്ങനെ വളരെ സുരക്ഷയുള്ള ഒരു ബ്ലോക്കിൽ നിന്നും 10ാം ബ്ലോക്കിൽ നിന്നും ജയിൽ ചാടിയെങ്കിൽ അതിന് പിന്നിൽ അകത്തു നിന്നോ പുറത്തു നിന്നോ ഉള്ള വളരെ ശക്തമായ പിന്തുണ ഗോവിന്ദചാമിക്ക് ലഭിച്ചിരിക്കണമെന്നത്. ഒപ്പം CK വിജയൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജയിലിനുള്ളിൽ എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കിയിരുന്നു എന്നതും നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്.